നമസ്കാരം, ദിനേശാണ് PR. ഒരു പടം പറഞ്ഞാൽ ഹിറ്റായത് ഡിജിറ്റൽ പ്രിന്റ് ഇല്ലാതെ, പബ്ലിക് അറിയുന്ന പ്രിന്റ് അല്ലാതെ ഡിജിറ്റൽ വഴി എല്ലാം അറിയുന്നത്. ഇപ്പോൾ ഞാൻ ബലമായിട്ട് പറയുന്നു, പ്രിന്റ് വഴിയാണ് പബ്ലിക് അറിയുന്നത്. ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്ത പടങ്ങളൊന്നും ഓടിയിട്ടില്ല. നോക്കി ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്തു നമുക്ക് തോന്നൂല കാണുമ്പോഴാണ്. ഇത്ര ലക്ഷം മുടക്കി, ഇത്ര കോടി മുടക്കി എന്ന് പറഞ്ഞ പടങ്ങൾ ഓടിയിട്ടില്ല എന്നുള്ള എൻ്റെ വിശ്വാസം. അവർ തരുന്ന സ്നേഹവും ബഹുമാനവും പ്രതിഫലവും അത് ആത്മാർത്ഥതയാണ്. ഇവിടെ എല്ലാം അഭിനയം മാത്രമേ ഉള്ളൂ. KGF ബാഹുബലി കഴിഞ്ഞ് രണ്ടാം ഭാഗം വന്നപ്പോൾ എല്ലാവരും മുതൽ പേരെടുത്ത് വിളിച്ചെന്നുള്ളതാണ്. അങ്ങനെ അനുഭവം മലയാളത്തിലില്ല, ഉണ്ടാവില്ല. പറഞ്ഞാലും ഇപ്പോഴത്തെ പുതിയ പറഞ്ഞാലും പിന്നെ ഓർമ്മിക്കണം, ഞാൻ ദിനേശ് എന്ന്. മോഹൻലാൽ എടുത്ത് 2 പ്രാവശ്യം എടുത്തത് രാജസ്ഥാനിലും ഒന്ന് കാശ്മീരിൽ വെച്ചാണ്. അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ടേ ഇല്ല, മിസ്യൂസ് ചെയ്യില്ല എൻ്റെ അധികാരം. കാര്യം ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ പുതിയ നടി അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് കുറച്ച് പവർ ഉണ്ടാവില്ല, അത് ഞാൻ ഒരിക്കലും മിസ് ചെയ്ത്. അത് എൻ്റെ പവറായിട്ട് ഞാൻ കാണുന്നില്ല, എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു ദയനീയാവസ്ഥ നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് തെറ്റാണ്, അത് ചെയ്യല്ല. എന്ത് നിയമം ഉണ്ടായാലും ഞാൻ എൻ്റെ മനസ്സ് നന്നാവണ്ടേ അല്ലേ? നിയമം കൊണ്ടൊന്നും നമുക്ക് അധികം പുരോഗമനം ഉണ്ടാക്കാൻ പറ്റില്ല, ഭൗതികമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ സ്വയം പണിത് അംഗീകരിക്കും, അല്ല ഞാൻ ആ നിയമം ഉള്ളതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാൻ നല്ലതുണ്ട്. ഞാൻ സ്വയം അംഗീകരിക്കാൻ പഠിക്കും. ആട്ടം നല്ല പടമാണ്, പക്ഷെ ആട്ടം കൂടിയില്ല പടം അല്ലേ? പക്ഷെ എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഓടി എന്ന് പറഞ്ഞ പടങ്ങൾ നല്ലതുമല്ല. ഈ ഗോവയിൽ എൻ്റെ പടം ഉണ്ട്, അവരെന്നെ വിളിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ആ സ്റ്റേജിൽ കയറ്റി. അപ്പം ഞാൻ ഡയറക്ടർ മാത്രമേ ഉള്ളൂ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സംഘടന കൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ പണ്ട് അറിയില്ല, ഒരാൾക്ക് സുഖമില്ലാതെ അറിയില്ല, അത് പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷെ ഇപ്പം അതല്ല, ഇപ്പം അറിയുകയും ചെയ്യും, അവരെ സഹായിക്കുകയും ചെയ്യും. താരം നടന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കലി അത് ഒന്നിനും കൊള്ളൂല അല്ലേ? രജനികാന്ത് നടന്നു വരുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂട്ട് ചെയ്ത് നോക്കിയോ, എന്ത് പോലായിരിക്കും അറിയാമോ? നമസ്കാരം, ദിനേശാണ് PRO എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഒരു സിനിമാ പോസ്റ്ററിൽ PRO എന്ന പേര് എഴുതുന്ന വിധത്തിലേക്ക് ആ ഒരു പ്രൊഫഷനെ എത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇത്രയും കാലം കൊണ്ട് നേടിയൊരു നേട്ടം. എങ്ങനെയായിരുന്നു തുടക്കം? നമസ്കാരം, ദിനേശാണ് PR. ഈ നമസ്കാരം ദിനേശാണ് PR എന്നുള്ളത് ബോധപൂർവ്വം ഉണ്ടാക്കിയതല്ല, അതിന് പ്രത്യേക കാരണമുണ്ട്. എന്നെ വിളിക്കുന്ന കാര്യം അവരുടെ പേര് പറയാതിരിക്കുകയും അവർ കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷെ എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതിന് ബദലായിട്ടാണ് ഞാൻ ആര് വിളിച്ചാലും അങ്ങോട്ട് ഞാൻ ദിനേശാണെന്ന് പറയാൻ തുടങ്ങിയത്. പക്ഷെ അതൊരു ബ്രാൻഡായി മാറി. ഇപ്പൊ ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട്, വിളിക്കുമ്പോൾ തന്നെ അവർ പേര് പറയാൻ തുടങ്ങി. നേരത്തെ ദിനേശായിട്ട് മറ്റേ അത് കുറെ പടത്തിന് കാര്യം പറയും, അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവില്ല. അതൊരു പതിവാണ്, ഇപ്പോഴും പതിവാണെന്ന് തോന്നുന്നത്. പിന്നെ അവര് കാരണം അറിയും എന്നുള്ളതാണ്. പക്ഷെ അത് ശരിയല്ല. അറിയുമെങ്കിലും അറിയില്ലെങ്കിലും പേര് പറയാന്നുള്ളത്. അങ്ങനെ അപ്പൊ ഞാൻ പറയുമ്പോൾ ആൾക്കാർ പറയുന്നു, അല്ല എനിക്കറിയാം ദിനേശൻ, അല്ല എന്നാലും ഞാൻ എന്നെ ഉറപ്പിക്കണെന്ന് പറയും. അത് ബ്രാൻഡായി. ഇപ്പൊ ആ പേര് തന്നെ ബുക്ക് ഇറക്കി. മലയാള സിനിമ എനിക്ക് തന്ന സമ്മാനം ആ ബുക്കാണ്. കാരണം ഞാൻ ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതെന്താവും, കവിത അല്ലെങ്കിൽ ലേഖനം, അങ്ങനെ തിരക്കഥ വരെ ആകാം. പക്ഷെ ആയില്ല. അപ്പോൾ വന്ന് വീണ സ്ഥലം PR എന്നാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി PG കഴിഞ്ഞു, ജേർണലിസം കോഴ്സ് കഴിഞ്ഞു, ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസമാണ് ഞാൻ തമ്പികണ്ണെന്നാണ് ഡയറക്ടറെ ഒരാൾ പരിചയപ്പെടുന്നു. ശ്രീകുമാർ കുറ്റിയാണ് എൻ്റെ സുഹൃത്താവിൻ്റെ കൂടെ പഠിച്ചതാണ്. സിനിമ ആ സമയത്ത് ആൾ PR ആണ് ഓൾറെഡി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റം മനോരാജ്യം വീക്കിൽ എഴുതി. എല്ലാത്തിനും എഴുതാറുണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ വീക്കിലും സ്പോർട്സും രാഷ്ട്രീയം ഒഴിച്ച് ബാക്കിയെല്ലാം എഴുതും. എല്ലാത്തിനും എനിക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ജേർണലിസം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാവരും ബന്ധപ്പെടാമല്ലോ എന്നുള്ളതാണ്. സിനിമ ഇഷ്ടം, സിനിമ സ്ഥിരമായിട്ട് ചെറുപ്പത്തിലൊക്കെ കാണും. പക്ഷെ സിനിമയിൽ എന്താകും കാണും, അമ്മ കൊണ്ടുപോയി എല്ലാം കാണും. സിനിമ ഇഷ്ടം. പക്ഷെ നമുക്ക് സിനിമയിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. അഭിനയിക്കാൻ പറ്റും പോകുന്നില്ല, അല്ലെങ്കിൽ പൊക്കാനും തോന്നില്ല. ആ എഴുത്ത് മാത്രമേ ഉള്ളൂ എനിക്കറിയാം, വായിക്കുകയും ചെയ്യുന്നതായിട്ട്. തമ്പി സാറിന് സാധനം എഴുതി വന്നപ്പോഴേക്കും സാറിന് വിളിച്ച് നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, നല്ല ഭാഷയാണല്ലോ, ഇങ്ങനെ പറഞ്ഞ പോലെ ആരും ഇങ്ങനെ എഴുതാറില്ല, ഒരു കാര്യം എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം പഞ്ചലോകം എന്ന പടത്തിൽ ഞാൻ ഔദ്യോഗികമായി PR ആയിട്ട് ചാർജ് എടുക്കുന്നത്. പക്ഷെ സിനിമയിലിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ല PR എന്നുള്ളത്, മോശം പേരാണ്. അപ്പോൾ എന്നാലും അത് നന്നാക്കി എടുക്കാമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയല്ലോ അതിന് സ്വഭാവം അതല്ലല്ലോ.
അപ്പോൾ നമുക്ക് അങ്ങോട്ട് സമർപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങനെ 1-2 പടം പടപടമെന്ന് കിട്ടി. പെട്ടെന്ന് തന്നെ എനിക്ക് മമ്മൂട്ടി പടം കിട്ടി, പെട്ടെന്ന് തന്നെ എനിക്ക് മോഹൻലാൽ പടം കിട്ടി. അതിന് കാരണം ഞാൻ തൊട്ട് മുമ്പ് ഓഡിയോ കാസറ്റ് രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്നൊരു ഓഡിയോ കാസറ്റ് സിനിമ ഓഡിയോ കാസറ്റ് അത് PR വർക്ക് തന്നെ, എല്ലാവർക്കും അറിയിക്കുക, അതിനെക്കുറിച്ച് എഴുതുക, അങ്ങനെയൊക്കെ. അപ്പോൾ അവർ പടം പിടിച്ചു. അപ്പോൾ സർക്കം കബീർ പിടിച്ച പടമാണ് ഓഡിയോ കാസറ്റ്. സർക്കം ഓഡിയോ കാസറ്റ് അവർ പിടിച്ച പടമാണ് ദാദാസായി മമ്മൂട്ടി പടം. അതെനിക്ക് കിട്ടി. കാരണം അവരുടെ PR ഉള്ള ഞാൻ ഓട്ടോമാറ്റിക് കിട്ടി. ജോണി സാഗർ ഓഡിയോ കാസറ്റ് അവർ പിടിച്ച പടമാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്ന്. അത് മോഹൻലാൽ പടം. അതും എനിക്ക് കിട്ടി. അത് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്ന് ഇങ്ങനെ ആരും ഇല്ലാതെ തന്നെ ഞാൻ ഓളി കയറി. അപ്പോൾ തുടക്കുന്നുണ്ടെങ്കിൽ നല്ല 2 പടം കിട്ടും. പിന്നെ ആൾക്കാർ പിന്നെ അങ്ങനെ കിട്ടുക. പക്ഷെ അന്ന് വരെ നിലവിലുള്ള എല്ലാ ധാരണകളെയും ശീലങ്ങളൊക്കെ മാറ്റിമറിക്കാൻ എൻ്റെ പ്രവർത്തനം സാധിച്ചു. അത് ബോധപൂർവ്വം തന്നെ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ മുൻഗാമികളുണ്ടല്ലോ, അവരിൽ നിന്ന് ഞാൻ പഠിച്ചു. എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പാടില്ല, എങ്ങനെ പെരുമാറണം, അല്ല എങ്ങനെ ഇങ്ങനെ എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ദിനേശൻ അങ്ങനെയല്ലല്ലോ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു 5-6 കൊല്ലം എടുത്തു വിട്ടെന്നല്ലോ. ഏത് സിനിമയ്ക്ക് ആദ്യമായിട്ട് PRO AS ദിനേശൻ? ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. അതിനുമ്പ് പേര് വന്നിട്ടില്ല. ഹരിഹരൻ പിള്ള. അപ്പൊ ജോണി സാഗരിക കേസറ്റിൽ പേര് വെക്കാൻ തുടങ്ങി. CD ഇറക്കുമ്പോൾ അതിലും PRO തുടങ്ങി. അന്ന് ആ പടം വന്നപ്പോൾ PRO AS ദിനേശൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ. പിന്നെ എല്ലാത്തിലും വെക്കാൻ തുടങ്ങി. കാരണം എനിക്കറിയാം, എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്. അവിടെ എൻ്റെ സംഭാവന എന്താണ്, എൻ്റെ ആവശ്യമില്ലായ്മ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം വരുമാനം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു ജോലിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല തുടക്കകാലത്ത്. പിന്നീട് നോട്ടിന് ചുരുട്ടി കൈക്കിൽ കൊടുക്കുന്ന പോക്കറ്റിൽ എടുക്കുന്ന പണി. അപ്പൊ എന്നോട് പറഞ്ഞു, രക്ഷ ഇവിടെ PRക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശമ്പളം കൊടുക്കാറില്ല, എന്തെങ്കിലും കൊടുക്കും മേടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി എന്നുള്ളതാണ്. ആദ്യമായിട്ട് വൗച്ചർ എഴുതിയതും മറ്റൊരു ചെക്ക് എഴുതിയതും ഞാനാണ്. PR നൽകി. ബാക്കി കൊടുക്കുമായിരുന്നു. പക്ഷെ അതിങ്ങനെ അത് പറയാം, വേറെ പരിപാടിയൊക്കെ ഉണ്ട്. സാലറി കച്ചവടം, അത് ഇത് കമ്മീഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൂട്ടി കൊടുക്കുന്നത്. പിന്നെ ഒരു നിശ്ചയ തുക വന്നു. അപ്പം ഒരു യൂണിയൻ ഉണ്ടായി. യൂണിയൻ ഉണ്ടാകുമ്പോൾ ഒരു നിശ്ചയ തുക പറയാൻ തുടങ്ങി. ഇത്ര മേടിക്കണം നടന്നില്ലത്. പക്ഷെ ആ തുക എനിക്ക് മുമ്പ് കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. എല്ലാവരും അല്ല, കിട്ടി എന്നുള്ളതാണ്. ഈ വരുമാനം ഇല്ല എന്ന് അറിഞ്ഞിട്ടോ അന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്. ആ ഒരു സിനിമ വാർത്ത എഴുത്തുനിന്ന് പിൻവാങ്ങാതെ അതിൽ തന്നെ തുടരുകയായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്ന പണി തിരക്കഥ മാത്രമേ ഉള്ളൂ. കഥ എഴുതാൻ പറ്റും, കഥ എഴുത്തല്ലേ പറ്റുള്ളൂ. പക്ഷെ അവിടെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ കുറേ പേര് തോൽപ്പിക്കണം. കുറേ പേരുണ്ട്. ഇവിടെ അപ്പോൾ ആകെ 4 പേരുള്ളൂ. ഈ 4 പേരെ എനിക്ക് നോക്കിയപ്പോൾ സംഗതി മനസ്സിലായി. കാശില്ല. ഒരു 5-10 കൊല്ലം എടുത്തു പിന്നെ ദിനേശൻ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി. അന്ന് പോകുന്നല്ലാതെ അന്ന് പോകുന്നല്ല. പിന്നെ ആദ്യം കാശ് തുടങ്ങി. ചെറുതായാലും ആദ്യം കാശ് തരാൻ തുടങ്ങി. കാരണം ദിനേശൻ കാശ് ചോദിക്കില്ല വിചാരിച്ചിട്ട് ആദ്യം കാശ് തുടങ്ങി. ദക്ഷിണ നിൽക്കണം ആദ്യം. അപ്പോൾ ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സ്വഭാവവിശേഷമാണ്. കാര്യം പണിയെടുക്കുക, കർമ്മം ചെയ്യുക, പ്രതിഫലിച്ചിരിക്കുക. വൈഫ് ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവന് ഈ ധൈര്യമായിട്ട് ഇങ്ങനെ കാശില്ലാതെ ജീവിക്കാന്നുള്ളത്. 1000 രൂപ ജീവിക്കാൻ അറിയാം, 10 രൂപ ജീവിക്കാൻ അറിയാം. പിന്നെ കാശില്ലെങ്കിൽ കാശില്ലാത്തവർ ജീവിക്കാൻ അറിയാം. അതൊരു നമ്മളൊരു മനോഭാവമാണ്. പക്ഷേ അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരിക്കലും വെറുതെ ആകില്ല. PRO എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അത്ര വലിയ ധാരണയില്ല. അതായത് വാർത്ത എഴുത്ത് എന്നുള്ളത് മുന്നേ അങ്ങനെ ആയിരുന്നു. അതും അറിയില്ല. ഞാൻ PR ദിനേശൻ എന്താണ് PR പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഞാനാണ് ഫേസ്ബുക്കിൽ ചെയ്ത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന്. അപ്പോഴാണ് ഇതിന്റെ ഫുൾ ഫോം ഏതാണെന്നുള്ളത് അറിയില്ല എന്താന്നുള്ളത്. ശരിക്കും വാർത്ത കൊടുക്കലാണ്, വാർത്താ പ്രചരണം. ശരി. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ശരിക്കുള്ള PRO അല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് കൊടുത്ത വാർത്താ പ്രചരണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ എന്നാണ് PR ആയപ്പോഴാണ് ഞാൻ PRO ആക്കിയത്. അത് ശരി. അപ്പൊ അന്ന് ചില ആൾക്കാർ ന്യൂസ് കൊടുക്കും, ചില ആൾക്കാർ വാർത്ത കൊടുക്കും. ഞാൻ വാർത്താ പ്രചാരണം കൊടുത്തു. ഇപ്പൊ ചില ആൾക്കാർ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരു പോസ്റ്റർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, വാർത്താ പ്രചാരണം AS കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ വിവരങ്ങൾ പബ്ലിക്കിനെ അറിയിക്കുക. അവിടെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ആ പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഇവരെ അറിയിക്കുക. പിന്നെ ആ സിനിമയുടെ എല്ലാ വശങ്ങളും ചിലപ്പോൾ കഥ മുതൽ അവസാനം വരെയുള്ള സമയം എല്ലാം നമുക്ക് കേൾക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഒരു കഥ കേൾക്കുന്നു, ആ കഥയിൽ ഇന്നാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇപ്പോൾ വേണ്ട, കാര്യം പബ്ലിക്കിൽ അത്ര പോരാ. ഒക്കെ PR പെട്ടതാണ്. അതായത് നമുക്കൊരു ഡയറക്ടർ ഉദ്ദേശിച്ച് നമുക്കൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, നമുക്കൊരു കഥാപാത്രം ഉണ്ട്, ആ കഥാപാത്രത്തിന് ഒരാളെ വേണം എന്ന് പറഞ്ഞാലും അതും ചെയ്തു കൊടുക്കാൻ PRക്ക് പറ്റണം. അപ്പോൾ നമുക്കത് താല്പര്യമായിട്ട് എടുത്തിട്ട് ഇതൊക്കെ PR പറ്റി. പക്ഷെ ഇവിടെ ഇങ്ങനെയില്ല, മലയാളത്തിൽ അങ്ങനെ ഇല്ല.
അപ്പോൾ ഒരു പടം ചെയ്യാൻ പാടുള്ള ആൾ, ഒരു ക്യാമറാമാൻ പോലെ, ഒരു സ്ക്രിപ്റ്റ് പോലെ ഒരു സിനിമ ചെയ്യാൻ പാടുള്ള ആൾ അല്ലാതൊപ്പം നിൽക്കണം, കാരണം ശമ്പളം കൊടുക്കണം. ഇതല്ല ഒരേ സമയത്ത് 10 പടം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ PR. എനിക്കറിയാൻ പാടില്ല, എന്താരും മർദ്ദം കാണിക്കും, ഞാനായാലും അല്ലേ. പക്ഷേ ഇതാണ് PR. ആ സിനിമയ്ക്ക് വേണ്ടി ആദ്യം മുതൽ അവസാനം നിൽക്കുക, പ്രൊഡ്യൂസർ ഡയറക്ടർ അടുത്ത ആൾ PR ആണ് തിരക്കഥ കഴിഞ്ഞാലും. പക്ഷെ അവിടെ വേറെ ചെയ്ത കാര്യം മാറ്റമർദ്ദം വേണ്ട, അവരാരും ചെയ്യുന്നില്ല, വേറെ പണി ഒറ്റപ്പെടുത്തലേ ഉള്ളൂ. അതെ. ഒരു സിനിമയുടെ ഒപ്പം ആ സിനിമ കഴിയുന്നവരെ നിൽക്കും. അങ്ങനെ വേണമല്ലോ. അതിന് വേണ്ടി എന്തൊക്കെയാണ് ഇപ്പൊ ലൊക്കേഷൻ വേണ്ടി നോക്കാം, നമുക്ക് ദേശീയ ലൊക്കേഷൻ വേണം. കാര്യം നമ്മൾ പബ്ലിക്കിൽ നിൽക്കുന്ന ആൾക്കാരല്ല, നിക്കണം അല്ല വെറുതെ ന്യൂസ് കൊടുക്കുന്ന കാര്യമില്ല. അപ്പൊ ഇവിടെ വന്നപ്പോൾ അറിയണത് അത് അങ്ങനെയല്ല എന്ന്. അപ്പൊ നമുക്കൊരാളാണ്, കാര്യം പബ്ലിക്കായിട്ട് അറിയുന്ന ഒരാളാണ് നമ്മൾ ഈ സിനിമ വെച്ചേക്കണത്. ആരും സംസാരിക്കാനോ ബന്ധപ്പെടാനോ ഒക്കെയുള്ള ഒരാളാണ്. ഇവിടെ ഇപ്പൊ സിനിമയിൽ അങ്ങനെയല്ല, എല്ലാവരും സംസാരിക്കും. നായകനും സംസാരിക്കും പബ്ലിക്കിനോട്, ഡയറക്ടർ സംസാരിക്കും നായകനോട്. കൺഫ്യൂഷനാണ്. അപ്പോൾ പലതരത്തിലാണ് ഈ സിനിമയെ കുറിച്ച് അറിയണത്. ഒരു സിനിമയെ കുറിച്ച് പലതരത്തിൽ അറിയും. അത് മാറ്റാൻ പറ്റുന്നത് ഇപ്പോഴും മാറ്റാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദ്യത്തെ പഞ്ചലോക സിനിമ ഞാൻ പോകുമ്പോൾ ഒരു ചാർട്ട് ഉണ്ടാക്കി. അന്ന് ലൊക്കേഷനിൽ എല്ലാവരും വരും, ചാനലുകാരും വരും, വീക്കിലിക്കാരും വരും. അവർ നേരിട്ട് ആരും വിളിച്ച് കൺട്രോൾമെന്റ് ഞാൻ അത് മാറ്റിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാവർക്കും. ഇന്ന ഡേറ്റിൽ ഇന്ന പടം ഇന്ന ആൾക്കാർ അവർക്ക് അവർ ഹാപ്പിയാണ്. കാര്യം അല്ലെങ്കിൽ തുടക്കം എല്ലാവരും ഒരുമിച്ച് വരും, ആഴ്ചയിൽ എല്ലാവരും വന്നിട്ട് മൊത്തം കൺഫ്യൂഷനാണ്. അപ്പോൾ ആ ഷൂട്ട് ചെയ്ത സാധനം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ അവർ വരില്ല, ഒറ്റ പ്രാവശ്യം വരുള്ളൂ. അപ്പോൾ പോകുന്നതൊക്കെ ഒറ്റ ഡ്രസ്സും ഒറ്റ ഇതൊക്കെ ഉള്ള ആയിരിക്കും, 5-6 വീക്കിലൊക്കെ ആയിട്ട്. ഞാനത് മാറ്റി ഒരു ഇത് എഴുതി ഞാൻ സാറിന് കൊടുത്തു. സാറേ ഇത്രാം തീയതി ഇന്ന വീക്കിലി ഇന്ന് ഞാൻ അവരെ അറിയിച്ചു. ഹാപ്പി എന്ന് പറഞ്ഞു. അതിന് അറിയിച്ചു, ഹാപ്പിക്ക് അറിയിച്ചു. നടന്നില്ല. അവർ നേരിട്ട് നമ്മളെ ബന്ധപ്പെടാതെ അവരെ വിളിക്കും. അവരെ ബന്ധപ്പെടുമ്പോൾ വന്നേക്കെന്ന് പറയും, പോയില്ലേ. കാര്യം നമ്മളെക്കാൾ ഉയരത്തിൽ മേലെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നേരിട്ട്. ഒന്നെങ്കിൽ നായകനെ വിളിക്കും, അല്ലെങ്കിൽ ഡയറക്ടർ വിളിക്കും, അവർ വിളിക്കും. അപ്പോൾ പ്രൊഡ്യൂസർക്കൊന്നും ചെയ്യാൻ പറ്റണല്ലോ, പ്രൊഡ്യൂസറല്ലോ ആള്. ഒന്നെങ്കിൽ അവർ ഡയറക്ടർ പറയുമ്പോൾ അവർ നല്ല കണക്ഷനാക്കി നേരത്തെ പറഞ്ഞു, അപ്പോൾ നാളെ വന്നേക്കെന്ന് പറയും. അപ്പം നാളെ വരുമ്പോഴൊക്കെ ഇവിടെ വേറെ ആളുണ്ടാവും. അപ്പോൾ അവർ എന്നോട് വിടാം, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, അതും പൊളിക്കും, അതിപ്പോഴും പൊളിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. അപ്പൊ തോന്നിയ പോലെയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണല്ലോ ചെയ്ത് ശീലിച്ചു വന്നത്. ഈ വാർത്തകളെ, ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ എഴുത്തിലൂടെ എത്തിക്കണല്ലോ ആളിലേക്ക്. ഇപ്പൊ ഞാൻ വരുമ്പോ ഒരു രീതി ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ്. ഇപ്പൊ ആകെ ചെയ്യുന്ന പണി, ഒരു സിനിമ ന്യൂസ് എടുത്തിട്ട് ആ ഒരേ ന്യൂസ് തന്നെ ഫോട്ടോഷോട്ട് എടുത്തിട്ട് ഞാൻ കാഴ്ച കൊടുക്കുക എന്നുള്ളതാണ്. ഒരേ ഫോട്ടോ തന്നെ ആയിരിക്കും. ഒരു ഫോട്ടോന്റെ 5-6 കോപ്പി എടുക്കും. എന്നിട്ട് ആ ഒരു കോപ്പി എല്ലാവർക്കും കൊടുക്കും. ഞാൻ അത് മാറ്റി സിസ്റ്റം അങ്ങനെ ഞാൻ മാറ്റുന്നത് വെച്ചാല് എല്ലാവർക്കും സെപ്പറേറ്റ് മാറ്റർ എഴുതി. 7 വീക്കിൽ 7 തരത്തിൽ മാറ്റർ എഴുതി. കാരണം ഇൻട്രോ മാറ്റും, കണ്ടന്റ് മാറില്ല, പറയുന്ന രീതി അതൊക്കെ മാറ്റും. സ്റ്റില്ലും മാറ്റാൻ തുടങ്ങി. കാര്യം ഇവിടെ കൊടുക്കുന്ന സ്റ്റില്ല് അവിടെ കൊടുക്കില്ല. അപ്പൊ അവർക്ക് ധൈര്യമായി, ഈ സ്റ്റില്ല് അവിടെ അടിച്ച് വരില്ല എന്നായി. അപ്പൊ ഒരു കവർ സ്റ്റില്ല് അടിക്കുമ്പോൾ ആ വീക്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നേരത്തെ അങ്ങനെയല്ല, ചിലപ്പോൾ ആ കവർ മറ്റൊരു അടിക്കും. അപ്പൊ നമുക്കും നഷ്ടം, അവർക്കും നഷ്ടം. നമ്മളിപ്പോൾ ഒരു കവർ അടിക്കുന്ന സ്റ്റില്ല് അത് ഒരു വീക്കിലേക്ക് മാത്രം കൊടുക്കും, മറ്റൊരു വീക്കിലേക്ക് കൊടുക്കില്ല. അങ്ങനെ അവർ ചെറിയ മാറ്റം വരും. അത് ഒരു ഭയങ്കരമായ കാര്യം. അത്ര 6 പ്രാവശ്യം 7 പ്രാവശ്യം എഴുതേണ്ടി വരും നമ്മൾ. അപ്പൊ അന്ന് ആഴ്ച പ്രാവശ്യം എഴുതിയാൽ മതി. ഇന്നിപ്പോ ഓരോ മിനിറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായോ. കാരണം ഈ ഡിജിറ്റലായതിനു ശേഷം എളുപ്പമാണ്. ഇപ്പോൾ ലൊക്കേഷൻ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരു ഇതാണ്. അങ്ങനെ ആ ഒരു മാറ്റം വന്നപ്പോൾ അത് ആൾക്ക് ഒരു പുതുമയായിരുന്നു. പിന്നെ ചെയ്തത് എല്ലാവരും ആദ്യം വരും, പടം തുടങ്ങുമ്പോൾ തന്നെ പൊയ്യാറന്മാരും വരും, മറ്റുള്ള വീക്കിൽക്കാരും വരും, പിന്നെ ചാലകാരും വരും. പടം തീരുമ്പോൾ ആരുമില്ല, അവരടുത്ത പുതിയ പടത്തിന് പുറകിലാണ്. ഞാൻ അവിടെ നിന്നു. എൻ്റെ പടത്തിൽ ഞാൻ അവസാനം റിലീസ് സമയത്ത് അവരുടെ ഐറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ പടത്തിൻ്റെ ഡയറക്ടർ, ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ആ പടത്തിൻ്റെ നായകനെ അയാളൊക്കെ ഇൻ്റർവ്യൂ ഒരാഴ്ച ഞാൻ ഒപ്പം നിന്നപ്പോൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. സാങ്കേതിക വിദ്യ വളർന്നപ്പം എഴുത്തിൽ നിന്ന് കാഴ്ചയിലേക്ക് മാറിയല്ലോ. അപ്പം നമ്മുടെ ഈ PR വർക്ക് പോലും ആ രീതിയിലേക്ക് മാറി. ഇപ്പൊ വാർത്തകള് ജനങ്ങളിലേക്ക് മിനിറ്റുകൾ കൊണ്ടാ എത്തുന്നത്. എല്ലാം വിഷ്വലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ കാലവും ഈ കാലവും തമ്മിൽ വിലയിരുത്തുമ്പോ? നമ്മളന്ന് ലൊക്കേഷനിൽ പോയിട്ട് 3 ദിവസം കെട്ടിക്കിടന്ന് സ്റ്റുഡിയോ സ്റ്റില്ല് സെലക്ട് ചെയ്ത് സ്റ്റുഡിയോ പോയി കൊണ്ടുവന്നു. 3 ദിവസം പിടിക്കും. 3 പ്രാവശ്യം പോവുകയും ചെയ്യും. പോയാലേ കാശിട്ടുള്ളൂ, ചിലപ്പോൾ വണ്ടി കാശ്. ഇന്നത് വേണ്ട, ലൊക്കേഷൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവർ പറയുന്നതനുസരിച്ച് ഓരോ മാഗസീനും ഓരോ തരത്തിൽ എഴുതണം. ഞാനൊക്കെ എഴുതുന്ന പോലെ അല്ല വെള്ളിക്ക് എഴുതുന്ന പോലെ അല്ല വേറെ, അങ്ങനെ ആക്കാൻ നോക്കാം. ഇപ്പം അതൊന്നും വേണ്ട.
ക്യാപ്ഷൻ ടൈപ്പിൽ മതി. അവർ ഇങ്ങനെ 2 പാരഗ്രാഫൊക്കെ മതി. അപ്പോൾ എനിക്കിപ്പോൾ കണ്ടന്റ് സഹിതം കിട്ടണമെങ്കിൽ അത് ഏറ്റവും രസം. ഇപ്പോൾ ഡിജിറ്റൽകാരാണ് ഇപ്പോൾ എല്ലാം വർക്ക് മൊത്തത്തിൽ ഏറ്റെടുക്കുന്നത്. അതിൽ നമ്മൾ വിടും. അതേ രസം. PR വരുമ്പോൾ അവരെ ഫിക്സ് ചെയ്യണത് മൊത്തത്തിൽ ഒരു പാക്കേജ് വെച്ചിട്ട് വർക്ക് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ അവർ PR എന്ന് പറയുന്നുണ്ട്, PR അല്ലെന്ന് പറയുന്നുണ്ട്. അതിൽ ഈ PR പെട്ടിട്ട് അവർ നമുക്ക് വർക്ക് തരും. എനിക്കല്ല, എനിക്ക് നേരിട്ടാണ്. എന്നിട്ട് അവരാണ് കണ്ടന്റ് തന്നെ ഇപ്പോൾ നമുക്ക്. അത് തിരുത്താൻ പറ്റില്ല. 1 മണിക്കൂർ എടുക്കും തിരുത്താനായിട്ട്. കാര്യം എനിക്കൊരു ലാംഗ്വേജ് ഉണ്ടല്ലോ. ഇപ്പോൾ ദിനേശന്റെ മാറ്റർ എന്ന് പറയുമ്പോൾ ദിനേശന്റെ മാറ്റർ ആണല്ലോ. ഒരു പടത്തിൽ 4-5 PR ഉണ്ട് ഇവിടെ. ഈ 4 പേരും ഈ PR ഒരു ഡെസ്കിൽ സാധനം പോകുന്നത്. ഞാൻ ഇരിക്കുന്ന ഡെസ്കിൽ 4 PR ഒരേ പടത്തിന് ന്യൂസ് വരും. ഞാൻ എന്ത് ചെയ്യും? ഇപ്പം മാഡം എന്ത് ചെയ്യും? 4 മാറ്റി വെക്കും. സത്യം. അപ്പോൾ വെച്ചത് നമ്മൾ കൂടുതൽ ന്യൂസ് വരുമ്പോഴത്തേക്കാണ് 4 പേര് വെക്കണത്. ഒറ്റ ന്യൂസും ഇല്ലാതായി അല്ലേ? 4 പേര് വെക്കുമ്പോൾ 4 പ്രാവശ്യം വരില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒറ്റ പ്രാവശ്യം വരത്തില്ല. പണ്ട് 3 പ്രാവശ്യം ന്യൂസ് വരെ വരുന്നത്. ഒന്ന് തുടങ്ങുമ്പോൾ, ഒന്ന് സെന്ററിൽ, ഒന്ന് റിലീസ് ചെയ്യുമ്പോൾ. അത് റിലീസ് മാത്രമായി, അതും ഇല്ലാതായി. ഇതാണ് വന്നേക്കണ ഈ ഡിജിറ്റൽ. പക്ഷെ അപ്പോൾ ഡിജിറ്റൽ ഭയങ്കര അത്ഭുതം. പ്രിന്റ് വേണമെന്നൊക്കെ പറഞ്ഞത്. ഒരു പടം പറഞ്ഞതാ ഹിറ്റായത് ഡിജിറ്റൽ പ്രിന്റ് ഇല്ലാതെ. പബ്ലിക് അറിയുന്നത് പ്രിന്റ് അല്ലാതെ ഡിജിറ്റൽ വഴി എല്ലാം അറിയുന്നത്. ഇപ്പോഴും ഞാൻ ബലമായിട്ട് പറയുന്നു, പ്രിന്റ് വഴിയാണ് പബ്ലിക് അറിയുന്നത്. ഡിജിറ്റല് 100 പേരുണ്ട്, 3000 പേരുണ്ടാവും. പക്ഷെ അതാരും നോക്കും? ഞാൻ എത്ര നോക്കും? പക്ഷെ എന്റെ തോന്നല് ഞാൻ അവരെ അറിയിക്കും ഇത്ര പേര് വന്നു എന്നുള്ള. പക്ഷെ ഇത് റിസൾട്ട് അറിയിക്കുക. അന്നും ഇത്ര പടം ഉള്ളൂ, ഇന്നും ഇത്ര പടം ഇടുന്നുള്ളൂ അല്ലേ? പക്ഷെ അന്ന് വെറും 5-10 രൂപ മുടക്കിയ PR ഇന്ന് കൊടുക്കുന്ന ലക്ഷങ്ങളാണ്. എന്താ റിസൾട്ട് ഉള്ളത്? ഒരു റിസൾട്ട് ഇല്ല. റിസൾട്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്താ പറയാ, ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതിന്റെ ഭാഗമായിട്ട് വിഷ്വലായി കഴിഞ്ഞപ്പോൾ തന്നെ നടനും സംവിധായകനും എല്ലാവരും വന്നിരുന്നിട്ട് സിനിമേനെ കുറിച്ച് അന്ന് സത്യസന്ധമായിട്ടാണ് താങ്കളൊക്കെ ചെയ്തിരുന്ന സമയത്ത് ചെയ്തത്. സിനിമേനെ കുറിച്ചിട്ട് വളരെ എന്താ പറയാ, അവർക്കല്ലേ ഗുണം. അതെ, അതെ, സിനിമേനെ കുറിച്ച് പറയാതെ അവര് കുറെ തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. പക്ഷെ ചില സിനിമകള് അങ്ങനെ പറഞ്ഞും അവര് തിയേറ്ററിൽ ആളുകളെ എത്തിക്കുന്നുണ്ട്. അതെ, അതെ, കാശ് പത്രം കൊടുത്താൽ മതി. നമ്മൾ കാശ്, നമ്മള് എഫേർട്ടാണ്. കാര്യം ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ മെട്രോ തൂണില് 1,25,000 രൂപയാണ് ഇപ്പൊ 5 തൂണും കൂടി എടുക്കുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്നില്ല. അത് ഗുണമാണോ എനിക്കറിയാമല്ലോ, ഗുണമാണ് എനിക്കറിയില്ല. പക്ഷെ അത് എക്സ്ട്രാ ചെലവാണ് അത് അല്ലേ? ആലൂരിലൂടെ മെട്രോയില് ഒരു അടുപ്പിച്ച് 5 തൂണിൽ വെക്കുമ്പോൾ 1,25,000 രൂപ. അതിന് എത്ര തൂണ് വെക്കും? ആ കാശ് സിനിമയ്ക്ക് ഗുണപ്പെടുവോ ഇല്ലെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൽ വളരെ ഭീമമായ ചിലവാണ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര വന്നിട്ടുണ്ട് അവിടെ. അത് അതിന്റെ റിസൾട്ട് ഉണ്ടോന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ പടം കൂടണ്ടേ? അതുമില്ല. അത് പടം കൂടിയല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് അല്ല പടത്തിന് അപ്പം പടം ഓടണമെങ്കിൽ അതിന്റെ മെറിറ്റാണ്. ഞാൻ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്ത പടങ്ങളൊന്നും ഓടിയിട്ടില്ല. നോക്കി ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്തു നമുക്ക് തോന്നൂല കാണുമ്പോൾ. അത് ഇത്ര ലക്ഷം മുടക്കി, ഇത്ര കോടി മുടക്കി എന്ന് പറഞ്ഞ പടങ്ങൾ ഓടിയിട്ടില്ല എന്നുള്ള എൻ്റെ വിശ്വാസം. കാരണം പടത്തിന്റെ കണ്ടന്റും ഗുണവും തന്നെയാണ്. അല്ല, അത് തീർച്ചയായിട്ടും. എന്ത് തട്ടിപ്പറിച്ചു വെച്ചാൽ ഇപ്പൊ നിങ്ങളിപ്പോ എൻ്റെ ഒരു ചെറിയ പടം ഒരു അറിയപ്പെടാത്തൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്ര രൂപ, അത് ടെലികാസ്റ്റ് ചെയ്യില്ല. അറിയാൻ പാടില്ലാത്തൊരു ആർട്ടിസ്റ്റ്, പുതിയ ആർട്ടിസ്റ്റാണ് അല്ലേ? അതേസമയം നിങ്ങൾ അതേ ഒരു പുതിയ താരത്തിന് നിങ്ങൾ കാശ് കൊടുത്ത് ആൾക്കൾ ചെയ്യാം. അതിന് ആവശ്യമില്ല. ഓൾറെഡി ആൾ ഫേമസ് ആണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് കാശ് ചെയ്യണത്. പക്ഷെ പണ്ട് ആരും ഈ പറഞ്ഞ ആൾക്കാരും കാശ് മേടിക്കുമായിരുന്നില്ല. മറ്റേ വീക്കിൽ അവർക്ക് പരസ്യം കൊടുക്കുമായിരുന്നു, പരസ്പര സാധനം പോലെ. പക്ഷെ ഇതിന് കാശില്ല. ഇനി പരസ്യം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാര്യം അവരുടെ വായനക്കാർക്ക് സാധനം വേണം, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ അതല്ല, അവരുടെ വ്യൂവേഴ്സും വേണം, മാത്രം നമ്മുടെ കാശും വേണം. മാറി വേറൊരു രീതിയിലേക്ക് മാറി. പണ്ട് ഞാൻ പറയാൻ പാടില്ല, പണ്ട് ഞാൻ ഓൺലൈൻ കാസ്റ്റിംഗ് കൊണ്ട് വരുമായിരുന്നു അല്ലേ? നമ്മള് ഒരു മാസം കൂടുമ്പോൾ നമ്മൾ ഇറങ്ങിയ എല്ലാ സ്ഥലവും ചേർത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവര് നമുക്ക് പ്രതിഫലമല്ല, ഒരു സമ്മാനം. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം.
അപ്പൊ എന്ത് പറ്റി, നമ്മുടെ ന്യൂസിൽ വരുന്നില്ല. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ന്യൂസ് വരില്ല, കാര്യം അവിടെ പേയ്മെന്റ് പോകുന്നില്ല. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി ഔട്ടാവും, അല്ലേ? കാരണം അവിടെ ഇപ്പൊ ന്യൂസ് വന്നെങ്കിൽ ഈ മറ്റേ പേക്ക് സിസ്റ്റത്തിൽ ക്യാഷ് പോകണം. ഇതാണ് ന്യൂസ് ഇടുള്ളൂ. പണ്ടല്ല, നമ്മുടെ എല്ലാ ന്യൂസും വരുമായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ന്യൂസ് എടുത്തുകൊണ്ട് എന്നെ മാറ്റും ആ സ്ഥലത്തൊന്നും. എനിക്ക് പരാതിയില്ല. അപ്പോൾ നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് മുമ്പുള്ള ആൾക്കാർ മോശമല്ല, അവരുള്ളത് കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരെന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് അത് ചെയ്യാതെയാണ് ഞാൻ വന്നത്, മനസ്സിലായി? അപ്പം എനിക്ക് മാതൃക അവരാണ്. പക്ഷെ ഞാൻ എൻ്റെ വഴി കണ്ടത്. കാര്യം അപ്പം എനിക്ക് കലാപരം ദേശീയ അപ്പം എനിക്ക് എൻ്റെ ചില രീതികളുണ്ട്. 5 ദിവസം മുടക്കില്ല, റൂം മേടിക്കില്ല, കാലത്ത് പോയി വൈകുന്നേരം വരും, ഭക്ഷണം ഞാൻ അങ്ങനെ വണ്ടി വേണമെന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് തെറ്റാണെങ്കിൽ തെറ്റാണ്, നമ്മൾ അവകാശപ്പെടുന്നത് അപ്പം കിട്ടും. പക്ഷെ അല്ലാതെ ചെയ്യാമെന്നുള്ള തെളിയിച്ച ഒരാളാണ് ഞാൻ. ചെയ്യണമെന്നല്ല, തെളിയിച്ച് വിജയിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് കലാഭവൻ ചോദിച്ചു ദിനേശ് എങ്ങനെ മുമ്പിലെത്തി എന്നുള്ളതാണ്. വന്നിട്ട് കാണുക പോകുന്നുള്ളതൊന്നുമല്ല, പക്ഷെ ദിനേശ് സൈഡിൽ കൂടി പോയിട്ട് മുമ്പിലെത്തിയത് അത് നോക്കുമ്പോൾ കാണാനില്ല. കാരണം ഈ മത്സരം വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ മത്സരിക്കുമ്പോൾ എനിക്ക് തോപ്പിച്ചു കളയും, അല്ലേ? ഞാൻ മത്സരിക്കില്ല, ഞാൻ നിങ്ങളെ കാണാൻ അങ്ങനെ പോകുമ്പോൾ ഞാൻ മുമ്പിലെത്തി. ദിനേശനല്ലേ പണ്ട് അമ്മ വരുമ്പോലെ, ദിനേശനാണ് പാവണം, കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോൾ മലയാളത്തില് മാത്രല്ല തമിഴിലും ചെയ്തല്ലോ സിനിമകൾ, അല്ലെ? KGF, ബാഹുബലി ഒക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇല്ല, അവര് നമ്മള് നന്നായിട്ട് മലയാളത്തില് ഒരു പ്രൊഡ്യൂസർ പറയുന്നത് PR കൊടുത്താൽ മതി എന്നുള്ളതാണ്. എന്തെങ്കിലും കൊടുത്താൽ മതി. ഇപ്പോഴും ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു ദിനേശ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അവിടുത്തെ പടങ്ങള് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ അവരാണ് നമ്മൾ വിളിക്കുന്നത്. അന്ന് 2 കാര്യം ചെയ്താൽ മതി. ഒന്ന്, അവിടെ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകണം. പിന്നെ അവിടെ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടാവും. ഇതേ ഉള്ളൂ സംഭവം. അപ്പോൾ ഒരു എമൗണ്ട് പറയും. അപ്പോൾ അവിടെ ഭയങ്കര വ്യത്യാസമാണ്. മലയാള സിനിമ പോലെ അല്ല മറ്റുള്ള ഭാഷയിൽ. അവിടെ ഒറ്റ PR ഉണ്ടാവുള്ളൂ. ഇവിടെ 4 PR നോക്കും. പക്ഷെ മലയാളികൾ ഭയങ്കര ഇഷ്ടം അവർക്ക്. അപ്പോൾ PR ആയാലും സ്റ്റേജ് പറയുമ്പോൾ ഭയങ്കര കൈയടി, എല്ലാ ഭാഷയിലും ഉണ്ടാവും. തമിഴ്, തെലുങ്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ മലയാളം എന്ന് പറയുമ്പോൾ അവർ കൈയടി പ്രത്യേകിച്ച് കൂടുതലാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടെ ന്യൂസ് കൊടുക്കുന്നു, പ്രസ് മീറ്റ് നടത്തുന്നു, എല്ലാം. പക്ഷെ അവർ തരുന്ന സ്നേഹവും ബഹുമാനവും പ്രതിഫലവും അത് ആത്മാർത്ഥതയുള്ളതാണ്. ഇവിടെ എല്ലാം അഭിനയം മാത്രമേ ഉള്ളൂ. KGF ആയാലും ഇവരൊക്കെ എനിക്ക് എല്ലാവരും നന്നായിട്ട് അറിയാം. ഞാൻ ഒരു പ്രാവശ്യം സംസാരിക്കുള്ളൂ എല്ലാവരും, ആവശ്യമില്ല വിളിക്കില്ല, ഒറ്റ പ്രാവശ്യം മതി. KGF ബാഹുബലി കഴിഞ്ഞ് 2ാം ഭാഗം വന്നപ്പോൾ എല്ലാവരും വന്നതിന് പേരെടുത്ത് വിളിച്ചെന്നുള്ളതാണ്. അങ്ങനെ അനുഭവം മലയാളത്തിലില്ല, ഉണ്ടാവില്ല. പറഞ്ഞാലും ഇപ്പോൾ പുതിയ പറഞ്ഞാലും പിന്നെ ഓർമ്മിക്കണം ഞാൻ ദിനേശ് എന്നുള്ളത്. അപ്പൊ ഇതിൽ പറഞ്ഞത് ഞാൻ എത്ര പ്രാവശ്യം എപ്പോഴും കാണാൻ വെച്ചിരിക്കില്ല. KGF നായകനും വന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ 2ാം KGF സെക്കൻഡ് ആയില്ല, ഫസ്റ്റ് വന്നപ്പോൾ സംസാരിച്ചു. അപ്പൊ അന്നാൾ ഫേമസ് അല്ല, ഫസ്റ്റ് ഓടിയപ്പോഴാണ് ഫേമസ് ആയത്. സെക്കൻഡ് വന്നപ്പോൾ അപ്പോൾ എടുത്തത് പൃഥ്വിരാജാണ് ഇവിടെ. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങളെ കുറിച്ച് നിന്നിട്ട് പറഞ്ഞു കേട്ടോ പൃഥ്വിരാജ്. വെച്ചാല് ഏറ്റവും ചെറിയ ഫിലിം ഇൻഡസ്ട്രിയായ കന്നഡയിൽ നിന്ന് പടം വന്നിട്ട് ഇവിടെ കാശുണ്ടാക്കി പോകുന്നതുകൊണ്ട് അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. അവരെക്കാളും എടുക്കാൻ പറ്റില്ല മലയാളീസ്, പക്ഷെ അവരെ വന്ന് കാശുണ്ടാക്കി പോകണം നല്ല പടം ഉണ്ടാക്കിയിട്ട്. ഇതിവിടെ പ്രസംഗിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര ക്ലോസ് ആണ്. അത് അഭിനയമല്ല, വെറുതെ ചിരിക്കുന്നില്ല അവര്. കാണുമ്പോൾ ആ ആത്മാർത്ഥത തന്നെയാണ്. ഇവരല്ലല്ലോ, എനിക്ക് ഒരുമാതിരിപ്പെട്ടവരൊക്കെ അറിയാം, വിക്രമിനെ അറിയാം. പക്ഷെ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഉണ്ടല്ലോ ഈ സൗഹൃദം വെറുതെ ആവശ്യമില്ലാതെ നീട്ടി കൊണ്ടുപോകാൻ. ബാഹുബലി 2 മെമ്മോറിയലുണ്ട് ഓടിയതിന്റെ. പ്രഭാസിന് അവൻ ഞാൻ ഇവിടുത്തെ ഫോട്ടോ എടുക്കാറില്ലായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ആരും അത് വലിയ കഴിവൊന്നുമല്ല ഈ ഫോട്ടോ എടുക്കില്ല, കാർട്ടൂൺ ചെന്നാൽ നിൽക്കാം. പക്ഷെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ പ്രഭാസിനെ എടുത്തിട്ടുണ്ട്, യശ്വരനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കണൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വെച്ചു. ഒന്നെങ്കിൽ മോഹൻലാൽ എടുത്ത് 2 പ്രാവശ്യം എടുത്തത് രാജസ്ഥാനിലും ഒന്ന് കാശ്മീരിൽ വെച്ചായിരുന്നു. മമ്മൂട്ടി ഫോട്ടോ എടുത്തിട്ടേ ഇല്ല. പിന്നെ പുസ്തകം കൊടുത്തപ്പോൾ പറഞ്ഞു ഫോട്ടോ എടുത്തത്. പിന്നെ ഇഷ്ടപ്പെട്ടത് മറ്റേ സമുദ്രക്കനിന്റെ അപ്പാന്നൊരു പടം വന്നു, ഉണ്ടാ പടം ഭയങ്കര എനിക്ക് എന്നെ വെറുതെ ഇതാക്കിക്കളഞ്ഞു. ഒരു അച്ഛനമ്മ ഇയാൾ ഡയറക്റ്റ് ചെയ്തതാണ്. ആ ബഹുമാനം കൊണ്ട് ഞാനൊരു പടം എടുത്തു. അപ്പൊ എന്നെ പരിചയപ്പെടുന്നത് മുരളിയാണ്. എൻ്റെ ദിനേശന് ഇങ്ങനെ ആരും ഫോട്ടോ എടുക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ മനസ്സിന് തോന്നണം, അല്ല വെറുതെ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ ഒന്നും എടുക്കാറില്ല. അപ്പൊ അതിൽ ഈ പ്രഭാസമുണ്ട് ഇവരൊക്കെ. ഇപ്പൊ 1/4 നൂറ്റാണ്ടായി ഈ PRO ഇതിൽ നിൽക്കുമ്പോഴും മലയാള സിനിമയിൽ നിന്ന് കിട്ടിയതിനേക്കാളും അംഗീകാരവും സ്നേഹവും ഒക്കെ കിട്ടിയത് മറ്റു ഭാഷയെന്നാണ് അല്ലേ? ഇവിടെ അപ്പൊ തന്നെ മറക്കും, അവിടെ മറക്കും തോന്നുന്നത്.
പക്ഷെ കണ്ട അവർ സംസാരിക്കും. പൂരം വന്നു ഇപ്പൊ ഞാനിപ്പോൾ മുമ്പിൽ പോയി നിൽക്കാറില്ല, എപ്പോഴും ഞാൻ പുറകെ നിൽക്കാറില്ല. എന്നെ വന്ന് കാണുന്ന പതിവ്. അത് അഹങ്കാരമല്ല, ആ തിരക്കിൽ വേണ്ടെന്നുള്ളതാണ്. കാരണം എനിക്കറിയാലോ അവരെ. ഞാൻ പോയി ഷൈക്കിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ പോയിട്ട് ഷൈക്കിൻ്റെ ആവശ്യമുള്ളൂ. ആ പടത്തിന്റെ ആളെ ഞാൻ പുറകെ നിൽക്കും. പുറകെ കാണുമ്പോൾ ദിനേശ് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിക്കും. അപ്പൊ ആൾക്കാർ ചെട്ടിപ്പോ ദിനേശനുണ്ട് എന്നൊക്കെ പുതിയ ആൾക്കാർ. 1000-ലധികം സിനിമകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തല്ലോ. അപ്പം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നല്ലതായിട്ടും ചീത്തയായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ഓർമ്മയിലുള്ള കുറച്ച് അനുഭവങ്ങൾ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും എനിക്കെല്ലാം നല്ല അനുഭവങ്ങളാണ്. സങ്കടങ്ങൾ ഉണ്ടാവും, പക്ഷെ ഈ രാത്രിയും പാലും കുടുംബമുള്ള ഒരു ദിവസം. ഇപ്പൊ വിജയരാഘവൻ നല്ല ക്ലോസാണ്. വിജയരാഘവൻ തന്നെ എന്നെ പരിചയപ്പെടുത്തുന്ന ഞെട്ടിപ്പോയി. മഞ്ജുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ദിനേശ്, മഞ്ജുവിനെ അറിയും, നല്ല ഇത് ദിനേശ്. എനിക്കറിയാം. അങ്ങനെയല്ല എന്നിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ ആരാന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ കടകള ചെയ്ത നാളല്ല. അങ്ങനെയൊക്കെ അതൊക്കെ പ്ലസ് പോയിന്റ്. കാര്യം സിനിമ പബ്ലിക്കിന് എപ്പോഴും ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ പണിയെടുക്കുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം പബ്ലിക്കിനുണ്ട്. ഒന്നും ഞാൻ മദ്യപിക്കില്ല സിനിമയിൽ, മിസ്യൂസ് ചെയ്യില്ല എൻ്റെ അധികാരം. കാര്യം ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ പുതിയ നടി അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് കുറച്ച് പവർ ഉണ്ടാവില്ല, അത് ഞാൻ ഒരിക്കലും മിസ്യൂസ് ചെയ്യില്ല. അത് എൻ്റെ പവറായിട്ട് ഞാൻ കാണുന്നില്ല, എൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. അത് ദയനീയാവസ്ഥ നമ്മൾ ഉപയോഗിക്കുകയാണ്. അത് തെറ്റാണ്, അത് ചെയ്യില്ല. പിന്നെ കാശ് വയ്ക്കില്ല, ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ കാശ് വയ്ക്കില്ല. ഇത്തരം കാര്യങ്ങൾ അന്നും ഇന്നും പാലിക്കുന്നത്. സിനിമയ്ക്കൊപ്പം തുടക്കം മുതൽ അവസാനം വരെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ടാവല്ലോ. അപ്പം ഇപ്പൊ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളെയൊക്കെ എങ്ങനെയാണ് അക്കാലത്തായാലും ഇക്കാലത്തായാലും ഇപ്പം അന്നത്തേനേക്കാളും ഇന്ന് കാണുമ്പം വ്യത്യാസം വരുന്നുണ്ടോ? കാര്യം അത് മനഃപൂർവ്വം ചെയ്യുന്നില്ല. ആ കാലഘട്ടത്തിന് പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ അല്ലേ മാറിയില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. എല്ലാം മാറി മാറി വരും. കാര്യം ഇത് ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല, അന്നത്തെ പെണ്ണുങ്ങൾക്ക് അറിയാൻ പാടില്ല. അന്നത്തെ പെണ്ണുങ്ങൾ പറയുന്നില്ലോ, അന്നുള്ള ആരും പറയുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ അന്ന് അവർ അതിന്റെ ഭാഗമാണ്, ഇപ്പൊ അതിന്റെ ഭാഗമല്ല. അപ്പൊ അങ്ങനെ മാറ്റം വരുള്ളൂ. പക്ഷെ അവരെല്ലാം അതുപോലെ എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കും. അത് നല്ല മാറ്റങ്ങളാണ്. ഇപ്പൊ എല്ലാ ലൊക്കേഷനിലും കമ്മിറ്റി ഉണ്ട് ഇപ്പൊ. പക്ഷെ വ്യക്തിപരമായിട്ട് എല്ലായിടത്തും നന്നാകണം, നിയമം കൊണ്ടല്ല, വ്യക്തികൾ നന്നാവണം. അത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് മാറ്റാൻ എന്ന നിയമം ഉണ്ടായാലും ഞാൻ എൻ്റെ മനസ്സ് നന്നാവണ്ടേ അല്ലേ? നിയമം കൊണ്ടൊന്നും നമുക്ക് അധികം പുരോഗതി ഉണ്ടാക്കാൻ പറ്റില്ല, ഭൗതികമായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്വയം പെണ്ണിനെ അംഗീകരിക്കും, അല്ലെ ഞാൻ ആ നിയമം ഉള്ളത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കാൻ നല്ലതുണ്ട്. ഞാൻ സ്വയം അംഗീകരിക്കാൻ പഠിക്കണം അല്ലേ? എന്തൊക്കെയാണ് ഒരു PR നേരിടുന്ന വെല്ലുവിളികൾ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ? ഇപ്പോഴത്തെ എൻ്റെ വ്യക്തിയുടെ ഇപ്പോൾ നേരത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാശിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു അവഗണന ഉണ്ടായിരുന്നു. PR വെച്ചാൽ വേറെ പണി കിട്ടാതെ വന്നൊരു അതുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പോൾ കുറച്ചുകൂടി വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ എല്ലാം വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ളവരാണ്. പക്ഷെ പണ്ട് അങ്ങനെ എന്തോ ധാരണ ഉണ്ടായിരുന്നു, ഇത് ഒരു പണിക്കും കൊള്ളാത്ത ആൾക്കാരാണ് വന്നേക്കുന്നുള്ളത്, എന്തെങ്കിലും കൊടുത്താൽ. ഇപ്പം അതല്ല ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഒരു ക്ലാസ് 4 ജീവനക്കാരൻ്റെ തോതിലുണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇപ്പം നല്ല ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാലഘട്ടം മാറി, ആ ഒരു തലമുറയും മാറി. അപ്പോൾ തലമുറയ്ക്ക് അവർക്ക് ആവശ്യമായ അംഗീകാരം കിട്ടുന്നുണ്ട്, ആവശ്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, ആവശ്യമായ എല്ലാ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. പുതിയ പ്രൊഡ്യൂസേഴ്സൊക്കെ നല്ല പ്രൊഡ്യൂസേഴ്സാണ്. കാലഘട്ടം മാറിയതാണ്, മനസ്സിലായത്. ഇപ്പോൾ രാജ പറഞ്ഞു പോയി ജനതാപതി അതുപോലെ തന്നെ സാധനം മാറിയപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ, ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോഴത്തെ പ്രൊഫഷണലുകളൊക്കെ മാന്യന്മാരാണ്. അപ്പൊ കാശ് ചോദിക്കേണ്ട ആവശ്യമില്ല. പറയുമ്പോൾ ചിലപ്പോൾ കുറയ്ക്കുക കൂട്ടുകയും ചെയ്യായിരിക്കും, മനസ്സിലായി. പണ്ടത്തെ പോലെ ഈ തലതുറന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ വരുമ്പോൾ തലതുറന്ന് നിൽക്കണം, ഇങ്ങനെ 3000 ചെയ്യുമ്പോൾ 1000 അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം അതല്ല, തരുന്നുണ്ട് എല്ലാവരും. പുതിയ ആൾക്കാർ ഒരു 10-15 കൊല്ലമായിട്ട് നല്ല രീതിയിൽ പുതിയ ആൾക്കാർ, അത് പ്രൊഡ്യൂസറായാലും പ്രൊഡക്ഷൻ കൺട്രോൾ ആയാലും ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. നമ്മളിപ്പോൾ താപ്പന്മാരൊക്കെ എന്ന് പറയില്ലേ, അത് മാറിയിട്ട് ഇപ്പോഴത്തെ നല്ല ജസ്റ്റ് എല്ലാം പണിയെടുത്താൽ കാശ് വെക്കണം, ചോദിക്കുമ്പോൾ കൊടുക്കണം, ഒക്കെ സിസ്റ്റമാണ്. നമസ്കാരം, ദിനേശാണ് PR എന്നൊരു പുസ്തകം എഴുതി. അത് വായിച്ചപ്പം അതിനകത്ത് കണ്ട പേരുകൾ, അതായത് ഓരോന്നിനും കൊടുത്തിരിക്കുന്ന, ഓരോ അധ്യായത്തിനും കൊടുത്തിരിക്കുന്ന പേരുകൾ സിനിമാ പേരുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? ഞാൻ പുസ്തകം ഇറങ്ങുന്നത് ആഗ്രഹം വെച്ചാൽ എനിക്കൊരു ബുക്ക് ഇറക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തിനൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൽ വന്നു. അപ്പം എല്ലാം വായിച്ചപ്പോൾ ഇത് വലിയ സംഭവമൊന്നും അല്ലല്ലോ,
എന്താ ഇതിനകത്തുള്ളത്, വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു PR-ഒൻ്റെ ഒരു ബുദ്ധിയാണ് എങ്ങനെ ആൾക്കാരെ വായനക്കാരെ ഇതാക്കാൻ വേണ്ടി ആകർഷിക്കാൻ വേണ്ടിയാണ് ഓരോ അധ്യായത്തിനും സിനിമ പേരിട്ടത്. സിനിമ കണ്ണാണല്ലോ. പിന്നെയും അതിൻ്റെ ഏറ്റവും എല്ലാ അധ്യായത്തിനും അടിയിൽ ഒരു ചെറിയൊരു ഉദ്ധരണിയുണ്ട്. അതും ഇതിൻ്റെ നമ്പറാണ്. കാര്യം അതിൽ വീഴണം എന്ന് വിചാരിച്ചിട്ട്. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൽ വീഴണം എന്നിട്ടാണ്. പക്ഷെ അത് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ കോട്ട് ചെയ്തെന്നുള്ളതാണ്. അത് എൻ്റെതാണത്. ദിനേശിന് ഇത് മഹത്വചനം കൊള്ളാട്ടാണ്. ഞാൻ പറഞ്ഞത് അത് എൻ്റെ വാചകമാണ്. അപ്പം അവൻ ഞെട്ടിപ്പോകും. ഞാൻ പറഞ്ഞത് അത് വായിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു എപ്പോഴും ഉണ്ട് അത്. ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ സാധനം കിട്ടും, അപ്പം തന്നെ ടൈപ്പ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ അതിൽ ആൾക്കാർ വീഴുകയും ചെയ്തു. അത് രസം. ഈ ഉദ്ധരണിയിൽ ആൾക്കാർ വീണു. കണ്ടന്റ് മോശമായാലും അത് വീണു. അതൊരു PR-ഒൻ്റെ ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ച് മാത്രമാണ്. ഈ ബുക്ക് ഇറങ്ങിയ ശേഷം ഒരു പിടി മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നോടുള്ള മനോഭാവം. കാരണം വെറും PR-ഒ അല്ല, ഒരു ബുക്ക് ഇറക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതാണ് എനിക്ക് സിനിമ തോന്നുന്നത്. വാണിജ്യ സിനിമകളെ മാത്രമല്ല, സമാന്തര സിനിമകൾക്കൊപ്പം നിന്നിട്ടുണ്ടല്ലോ. അത്തരം സിനിമകളെയും കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ 91 ഫസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ പോയത് മദ്രാസിൽ. ഫിലിം സൊസൈറ്റി ഉണ്ട്, എല്ലാത്തിലും ഞാൻ സജീവമാണ്. നല്ല സിനിമ ഏത്, ചീത്ത സിനിമ ഏത്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, നല്ലത് ചീത്തയല്ല, ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ. പക്ഷെ PR-ന് ശേഷം ഞാൻ ആ പണി നിർത്തി. ആസ്വാദകൻ എന്നല്ല, ഞാൻ PR-ഒ. കാര്യം നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, സിനിമ ഉണ്ടെന്ന് പറയുള്ളൂ, ഞാൻ അഭിപ്രായം പറയാറില്ല. ഇന്നൊരു സിനിമയുണ്ട്, നല്ല ഒരിക്കലും അഭിപ്രായം പറയില്ല. കാര്യം ഇപ്പൊ ആട്ടം നല്ല പടമാണ്, പക്ഷെ ആട്ടം ഓടിയില്ല പടം അല്ലേ. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഓടി എന്ന് പറഞ്ഞ പടങ്ങൾ നല്ലതുമല്ല. അവർ PR നോക്കി ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ശരിയല്ല. പക്ഷെ എൻ്റെ എഴുത്തിൽ അത് വരും. കാര്യം ഞാൻ സെപ്പറേറ്റ് ഒന്നും ചെയ്യും. അപ്പൊ നീരജ ഒരു പടമോ, നീരജ ഉഗ്രം പടമാണ് അല്ലേ. ഓടിയോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഒരു പടമുണ്ട് തണുപ്പ്, കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ട ആൾക്കാർ കുറവ്. നല്ല പടമുള്ളത്, ഞെട്ടിച്ചോളയും. അതിപ്പോ ഗോവയിൽ ഉണ്ടായിരുന്നത്. അയാളെ ഇന്റർവ്യൂ ഞാനിപ്പോ എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. പക്ഷെ അത് ആശ PR നിൽക്കില്ല, എൻ്റെ ഒരു സിനിമ ആസ്വദം നിലയ്ക്കാണ്. അപ്പോൾ PR-ന് ശേഷം ഞാൻ എന്താ ചെയ്തു, എനിക്കൊരു തരംതിരിവില്ല. എല്ലാ സിനിമയിൽ നിന്നും എന്തെങ്കിലും സാധനം പഠിക്കാനുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗോ ഒരു സീനോ ഒരു ആർട്ടിസ്റ്റോ ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പം നമ്മൾ കുറ്റം പറഞ്ഞ ആവശ്യമില്ല. സിനിമയിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. സജിൻ ബാബു നല്ല ക്ലോസ് ആണ്. ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ട പടമുണ്ടോ, ബിരിയാണി മലയാള സിനിമയിലെ ഒരു വിപ്ലവ സിനിമയാണത്. ബിരിയാണി അത് വേണ്ടി ചർച്ച ചെയ്തു. എന്നാലും അത് സെക്സ് കാണും, അങ്ങനെ നല്ലത്. ഞാൻ പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്യുക, ക്ഷമയോട് കാത്തിരിക്കുക വരും. അതേ സമയത്താണ് വേറെ എൻ്റെ പടമുണ്ട്, അവരെന്നെ വിളിച്ചില്ല. ഈ ഗോവയിൽ എൻ്റെ പടമുണ്ട്, അവരെന്നെ വിളിച്ചില്ല. അങ്ങനെ ആദ്യമായിട്ട് എന്നെ ആ സ്റ്റേജിൽ കയറ്റി. അപ്പം ഞാൻ ഡയറക്ടർ മാത്രമേ ഉള്ളൂ. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആദ്യമായിട്ടൊരു PR-ഒ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിൽ കയറുന്നത് ഈ ബാംഗ്ലൂർ ഇന്റർനാഷണൽ. മറ്റേ എനിക്കറിയാൻ പാടില്ല, അറിയാൻ പാടില്ല. എന്നെ അതാണ് ഫസ്റ്റ്. അതാണ് അതല്ല ആദ്യമായിട്ട് PR-ക്ക് അവിടെ എടുത്ത് നിൽക്കാൻ തോന്നുന്നു. ഞാൻ 15 എന്തോ PR അവിടെ ഇട്ടുണ്ട്, 15 എണ്ണം. മികച്ച PR ഒരു സ്നേഹം കൊണ്ടാണ്, അല്ല മികച്ച PR അങ്ങനെ കാണാനാണ് അല്ലേ. പക്ഷെ അതിനും കാരണക്കാരൻ ഞാനായി. അത് ശരിപ്പ് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും വാരിക്കാർ കൊടുക്കുന്നുണ്ട്. കാര്യം ഇനി എനിക്ക് തരാൻ പറ്റില്ല. അപ്പൊ ഇഷ്ടം പരിചയമുള്ള ആൾക്ക് കൊടുക്കും ഓരോ സംഘടന. പക്ഷെ ആദ്യമായിട്ട് 2014 JC ഫൗണ്ടേഷൻ അവാർഡ് എങ്ങനെയല്ല ദുബായ് വരെ പോയി മേടിച്ചിട്ടുണ്ട്. അത് ദുബായ് വെച്ച് കൊടുത്ത് സിദ്ധിക്കണം. അത് അതിനേക്കാൾ സന്തോഷം. സിനിമയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിനെ എങ്ങനെയാണ് ഒരു PR-ഒ കൈകാര്യം ചെയ്യുന്നത്? അവഗണിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് വന്നാൽ പിന്നെ അത് പോസിറ്റീവ് ആയിട്ട് പണിയുന്നത്. കാര്യം വെച്ചാൽ ഇതിൻ്റെ കുഴപ്പമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ. യഥാർത്ഥത്തിൽ സിനിമ സംഭവിക്കുന്നത് പടം റിലീസാകുന്ന സമയത്ത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള പ്രേക്ഷകർ ഒരു നിമിഷം കൊണ്ട്, അതായത് 3 മണിക്കൂർ കൊണ്ട് 2.5 മണിക്കൂർ കൊണ്ട് ഒരു അഭിപ്രായം രൂപീകരിക്കും. ഇതെങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുമെങ്കിലും ഒരു പടം റിലീസാവുന്നു, വെള്ളിയാഴ്ച 12 റിലീസാവുന്നു. കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള വിവിധ ആസ്വാദ നിലവാരമുള്ള പ്രേക്ഷകർ പടം കാണുന്നു. ആ പടം ഫ്ലോപ്പ് അല്ലെങ്കിൽ ഹിറ്റ്, ഇത് ആരാ ഫിക്സ് ചെയ്യണത്? ഏത് വ്യക്തിയാണ്, ഏത് കൂട്ടമാണ്, ആരുടെ കയ്യിലാണ് ഇതുള്ളത്? തീരുമാനമെടുക്കാനുള്ള കഴിവില്ല, ആരുടെ കയ്യിലില്ല. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ്, അതിന് അതിജീവിക്കാനും പറ്റില്ല. പറ്റുമോ?
കാര്യം കാസർഗോഡിൻ്റെ നിലവാരമല്ല ട്രിവാൻഡ്രത്തുള്ള നിലവാരം. കോഴിക്കോട് വേറെയാണ്, കൊച്ചി വേറെയാണ്. ഇവരെല്ലാവരും കൂടി ചേർത്ത് പറയണം ഈ പടം മോശം എന്ന് പറഞ്ഞപ്പോൾ ഈ പടത്തെ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു? രക്ഷപ്പെടുന്നത് നേരത്തെ പറഞ്ഞുതരാമോ? ഇനി ഈ പടം ഹിറ്റാണെന്നിരിക്കട്ടെ, ആരും നേരിട്ട് പറഞ്ഞ് പിന്നെ അത് ഇല്ലാതാക്കാൻ പറ്റുമോ? പറ്റിയിട്ടുണ്ടാകാനോ? ചോദിക്കഴിഞ്ഞാൽ പറ്റൂല. ഇപ്പൊ ഹേമക്ക് പക്ഷേ ഒരു സാധനം വന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. എന്തെല്ലാം പറഞ്ഞല്ലോ അല്ലേ? ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായിട്ടുണ്ട് എല്ലാ വിഷയത്തിലും. അത് തെറ്റായാലും ശരി, നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ തിരുത്തിന്നിരിക്കട്ടെ, അപ്പോഴും അത് തിരുത്തപ്പെടുന്നില്ല അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു തണുപ്പ് നല്ല പടമെന്ന്, എനിക്കത് എത്ര ചെയ്താലും അത് അതിന് ഹിറ്റിലേക്ക് പോകില്ല. ഓ അപ്പൊ നമുക്ക് എന്താണ് ഇവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ നമുക്ക് പണിയുള്ളൂ. മാക്സിമം ആദ്യത്തെ ആഴ്ചയിലെ ആളില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇതിൽ പറയാം. രണ്ടാമത്തെ ആഴ്ച ഒന്നും പറയാൻ പറ്റില്ല, ഒരു വരില്ല അവര്. എന്താണ് ഒരു PRO ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത് എന്ന് തോന്നിയിട്ടുള്ളത്? സിനിമയോടൊപ്പം നിൽക്കാന്നുള്ളതാണ്. ആ സിനിമയെ നമ്മൾ എത്ര പേര് എങ്ങനെ ഏതെല്ലാം വിധത്തിൽ പബ്ലിക്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ആൾക്കാരുള്ളൂ. ഇപ്പൊ ഞാൻ ഗോവയിൽ പോയപ്പോ എല്ലാവരും പറയും തണുപ്പ് നല്ലതാണെന്ന്. നോക്കുമ്പോൾ ഞാൻ മഴയെടുക്കുന്നില്ല അല്ലേ? മഴയെടുക്കുന്നുണ്ട്, എഴുതുന്നില്ല. പക്ഷെ എൻ്റെ ആ ഡയലോഗ് ഒരു 10-25 പേരെ കേൾക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 25 പേര് പിന്നെ 50 പേരിലേക്ക് മാറും. ദിനേശ് ഇങ്ങനെ പറഞ്ഞു, ദിനേശ് ഇത് എൻ്റെ പണിയാണ്. നമുക്ക് നല്ല ചീത്തയില്ല, നമുക്ക് ലഭിച്ചതാണ്. ആ ലഭിച്ചത് നമ്മൾ കൊണ്ടു നടക്കുക. പിന്നെ റിസൾട്ട് ഞാൻ ഉണ്ടാക്കുന്നതല്ല. അപ്പം എൻ്റെ ജോലി എന്താണ്? പബ്ലിക്കിനെ അറിയിക്കുക. പിന്നെ സിനിമയുണ്ട് കുഴപ്പമില്ല, നല്ല ചെയ്ത് ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഈ വേഷം ഇയാളെ ചെയ്തില്ല, ഒറ്റ കൊള്ളാണോ, ഇയാൾ നല്ലതാണ് എന്ന് ചിലപ്പോൾ വരും. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം, അത് വ്യത്യസ്തമായ വേഷമാണോ, അങ്ങനെയൊക്കെ വരും. അതെനിക്ക് പറ്റുള്ളൂ. റിസൾട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എൻ്റെ പടങ്ങളിൽ ഹിറ്റായിട്ടില്ല, എൻ്റെ പടങ്ങളിൽ ഫ്ലോപ്പ് ആയിട്ടില്ല. അതിന് കാരണക്കാരൻ ഞാനും അല്ല. അപ്പം ചെയ്യാവുന്നതാണ് എൻ്റെ പണി 100% ചെയ്യുക. എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. PROമാർക്ക് ഒരു യൂണിയൻ എന്നുള്ളത് അത് താങ്കൾ വന്ന ശേഷമാണല്ലോ രൂപപ്പെട്ടത്. പക്ഷേ PRO അന്ന് ഡിസൈൻ ഒപ്പമായിരുന്നു. അപ്പൊ അന്ന് എണ്ണയില്ല, 4 പേര്, ഒരു 9 പേരും വേണം ഇവിടെ ഉണ്ടാക്കുക. അപ്പൊ 9 പേര് ആക്കി തന്നെ പറയാം. ആക്കിയ ശേഷം സെപ്പറേറ്റ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ എൻ്റെ പ്രസിഡന്റ്. പിന്നെ 2 കൊല്ലം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പറയാൻ പറ്റില്ല. ഒരു സങ്കല്പം ഉണ്ടല്ലോ എനിക്ക്, അത് അടുക്കുന്നില്ല. പിന്നെ അത് വിട്ടു. ഇപ്പൊ എനിക്ക് നോട്ടീസ് തന്നിട്ട് തുടങ്ങുന്നു പങ്കെടുക്കാത്തതിന്. ഈ സംഘടനകള് സിനിമയ്ക്ക് ഉപകാരമാണ്. സംഘടനയാണ്. കാര്യം ഒരു അഡ്രസ്സും ഇല്ലാതെ ആൾക്കാർ മരിച്ച സമയമുണ്ട്. ഒരു അവരാ പണി കഴിഞ്ഞ പിന്നെ ആരും അറിയില്ല, എവിടെയാണ് എന്താണെന്ന് അറിയില്ല. അവിടെ കിടന്ന് മരിച്ചു, ഇവിടെ കിടന്ന് മരിച്ചു, ഇവിടെ പോയി അവിടെ. ഇപ്പൊ അതല്ല, അറിയും. അഡ്രസ് ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും. ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ഏതൊരു താരമായാലും ടെക്നീഷ്യൻ ആയാലും അഡ്രസ് ഉണ്ട്. അതിന് സംഘടനകള് വലിയൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് പെൻഷൻ കിട്ടുന്ന പണ്ട് കിട്ടുമോ? 60 വയസ്സ് കഴിഞ്ഞാൽ സർക്കാർ പെൻഷൻ തരുന്നുണ്ട്. സംഘടന കൊണ്ട് കുറെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാര്യം അല്ലെങ്കിൽ പണ്ട് അറിയില്ല, ഒരാൾക്ക് സുഖമില്ലാതെ അറിയില്ല, അത് പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ അറിയും ചെയ്യും, അവരെ സഹായിക്കുകയും ചെയ്യും. ചെല്ലും, ഉറപ്പായിട്ട് ചെല്ലും. ഒരാൾ മരിച്ചാലാട്ടെ, ഒരാളുടെ വിവാഹമാകട്ടെ, ഒരാളുടെ ഇതായിട്ട് എല്ലാം അതാത് ആൾക്കാർ സംഘടനയിൽ ബന്ധപ്പെട്ട ആൾക്കാർ പോകും. അത് യൂണിയൻ വന്നത് നന്നായിരുന്നു. അല്ലെങ്കിൽ ദാരിദ്ര്യം പറയുന്നത് ദുരിതമാണ്. ഇതിന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആരും സഹായിക്കണം, അറിയായിട്ടാണ്. ഇപ്പം എല്ലാം അറിയും. കാര്യം അവർ കൂട്ടായ്മ ഉണ്ട്. ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അറിയും. ഏത് സംഘടനയായാലും ഏത് പ്രവർത്തന മേഖലയായാലും. അപ്പം സിനിമയ്ക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അങ്ങനെ തന്നെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ ഇത് എല്ലാ പ്രശ്നവും ചർച്ച ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ചില താല്പര്യം വരും, അപ്പൊ പുറത്തുനിന്ന് ഇടപെടൽ വരും, അപ്പൊ പോയി തീർക്കാവുന്നുള്ളൂ. കാര്യം വ്യക്തിപരം ഇല്ല ഇതിനകത്ത്. ഈ ആരോഗ്യപരമായ മനസ്സിലേ ഉണ്ടാവുള്ളൂ. കാര്യം ഒറ്റയ്ക്ക് ഒരു പടം ചെയ്യാൻ പറ്റില്ല ആർക്കും, പരസ്പരം വേണം. നന്നായിട്ട് മേക്കപ്പ് ഇട്ട് മാത്രമേ എനിക്ക് നന്നായിട്ട് അത് അഭിനയിക്കാൻ പറ്റുള്ളൂ. സമയം ഭക്ഷണം കിട്ടണം, എല്ലാ സൗകര്യങ്ങളും ഒരാളെ കൊണ്ട് സഹായിക്കില്ല. അവർ താരം നടന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കലി ആൾ ഒന്നിനും കൊള്ളൂല അല്ലേ? രജനികാന്ത് നടന്നു വരുമ്പോ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂട്ട് ചെയ്ത് നോക്കിയോ, എന്ത് പോരായിരിക്കും അറിയാമോ? അല്ല, അത് ഇട്ട് നോക്കിയോ, വെറുതെ പോയി ഇട്ട് നോക്കി. അപ്പൊ പറയാ അയ്യേ എന്ത് നടപ്പാണെന്ന് തോന്നി. പക്ഷെ ആ നടപ്പും ആ മ്യൂസിക്കിൽ വരുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് തീരും. കാര്യം അവര് ചർച്ച ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസർമാരെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു പോയി. ഇനി എങ്ങനെ അതെല്ലാം പറ്റുള്ളൂ. കഴിഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റുമല്ലോ അല്ലേ? ഇനി എങ്ങനെയാണ് അതൊക്കെ വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, വരുന്നില്ല, വരും. അത് കാലത്തിന്റെ ആവശ്യമാണ്, അനിവാര്യമാണ്.